ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരുടെയും ഓണം അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ ഞങ്ങളും ചെറിയ രീതിയിൽ ഓണം ആഘോഷിച്ചു. അപ്പോൾ വലുതായിട്ട് സെലിബ്രേഷനൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഉണ്ടാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചോറും പായസമൊക്കെ ഉണ്ടാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ലുലുന്നാണ് വാങ്ങിച്ചത്. രണ്ടുപേരെയും കൊണ്ട് കുറച്ച് പാടല്ലേ കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിയെല്ലാം ലുലുന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞൊരോണമായിരുന്നു കേട്ടോ. സദ്യയുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ നേരം, വീഡിയോ ഒക്കെ എടുക്കാൻ നേരം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് അങ്ങ് ഫുള്ളായിപ്പോയി. അതുകൊണ്ട് ആകെ ടെൻഷനായിപ്പോയി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ചടപടേന്ന് പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ ഫോണിലൊരു വീഡിയോയും ഒരു ഫോട്ടോയും എടുത്ത്. അപ്പോൾ അത് കാരണം ഇവരുടെ ഫോട്ടോസൊന്നും നല്ലത് കിട്ടിയില്ല കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമോ എന്താണോ എന്തോ. കാരണം ഞാനിവിടെ മുകളിൽ അൽക്കൂത്ത് മുകളിലോട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇവർ ഉറങ്ങിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അൽക്കൂത്ത് മുകളിലോട്ട് വന്നപ്പോൾ ഇവരെ കളിക്കാനും എന്നിട്ട് ഇങ്ങോട്ട് നടത്താനും ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഐസൂട്ടനും വാപ്പിയും അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. അവിടെ ഒരു ഒരു ഏരിയ കണ്ടു കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്നത്. അപ്പോൾ അവിടോട്ട് കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒതുങ്ങി എടുത്തോട്ട് വന്ന് നിന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നതാണ്. ഞാനും കുഞ്ഞിനും. എന്തോ ചാച്ചു 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 ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറ. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറ. ആരാ? പിന്നെന്താ ചോദിക്കുന്നത്? പോയോ എന്ന് ചോദിച്ചേ. പോയോ എന്ന് ചോദിച്ചേ. പോയോ? എൻ്റെ ഡ്രസ്സൊക്കെ കൊള്ളാമെന്ന് ചോദിച്ചിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ കൊള്ളാമോ എന്ന് ചോദിച്ചേ. ഞങ്ങളുടെ ഓണക്കോടിയാണ് ഇത് കേട്ടോ. ഫുൾ സൈസ് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും മാക്സിമം ശ്രമിക്കുക. ഇനി സമയമുണ്ടല്ലോ. അപ്പം ഡ്രോയിങ് ഫാമിലിയെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവർ താഴോട്ട് പോയി, അവരും ഉണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും. ഓക്കെ. ഓണത്തിനന്ന് രാവിലെ തന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സിൽ കുറച്ച് മുത്തും പവിഴമൊക്കെ വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു രാവിലത്തെ പ്രോഗ്രാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. സമയം കിട്ടുമ്പോൾ ഇച്ചിരി ആയിട്ട് ചെയ്തെടുത്തൊരു ക്രോപ്പ് ടോപ്പ് തുന്നിയതായിരുന്നു. പിന്നെ ഓൾറെഡി ഒരു സെറ്റിൻ്റെ പാവാട ഉണ്ടായിരുന്നു. പിന്നെ അതും കൂടി ഇട്ടിട്ടാണ് അവർക്ക് ഓണത്തിന് ഫോട്ടോസും ഒക്കെ എടുത്തത്. കുഞ്ഞുങ്ങൾ ഉണരുന്നതിന് മുന്നെയാണ് ഞാൻ മുത്തൊക്കെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അവർ ഉണർന്നു കഴിഞ്ഞാൽ അവരുടെ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവർക്ക് ഫുഡ് കൊടുക്കുവാണ്. അപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടാപ്പ് തുറന്നിട്ടുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കുവാണ്. അപ്പോൾ ആയിരുന്നു അന്ന് മോർണിംഗ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. ലുലുന്ന് അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പോയി കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ കറികൾ. ആളനുണ്ടായിരുന്നു, പിന്നെ അവിയൽ, കൂട്ടുകറി, എരിശ്ശേരി, പച്ചടി, ഇതൊക്കെയായിരുന്നു. മോരുകറി, നമ്മുടെ പുളിശ്ശേരി ഉണ്ടല്ലോ അതുകൊണ്ടായിരുന്നു. സാമ്പാർ. ഇത്രയാണ് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചോക്ലേറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ പായസം വെക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു. പായസമൊക്കെ വെച്ച് പിന്നെ ചോക്ലേറ്റിന് മക്കിൻഡോഷിന് അടിയായിരുന്നു ആദ്യം കൊടുത്തപ്പോൾ. അത് വേണ്ട, ഈ ഒരു ചോക്ലേറ്റ് വേണ്ട, പിന്നെ അവർക്ക് മക്കിൻഡോഷ് തന്നെ വേണം. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട കളർ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ ചോറും പായസവും പരിപ്പും നമ്മളായിരുന്നു വെച്ചിരുന്നത്. പായസം പാലട പായസമായിരുന്നു. ചെറുപയർ പരിപ്പ് കറിയുമായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യണമായിരുന്നു. അപ്പം മോനാണെങ്കിൽ ഒരു കുർത്ത ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കുഞ്ഞിക്ക് ക്രോപ്പ് ടോപ്പും സെറ്റിൻ്റെ ഡ്രസ്സ് പാവാട ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ഫുഡ് കൊടുക്കാൻ നേരം അതൊക്കെ അതിനകത്തൊക്കെ ആക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറൊരു പുതിയ ഡ്രസ്സാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അവർക്ക്. കുളിച്ചിട്ട് അങ്ങനെ തത്തയും കൊണ്ടിരിക്കുവാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പായൊക്കെ വിരിച്ച് സദ്യ കഴിക്കാൻ പോവുകയാണ്. ചോറും കറികളും എല്ലാം ഇലയിൽ വിളമ്പിയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ള്. ആകെ എനിക്ക് വെപ്രാളവും ടെൻഷനും ഒക്കെ ആയി. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫോൺ വാങ്ങിയിട്ട് ഒരു വീഡിയോയും ഫോട്ടോയും വേഗം എടുത്തു. അതിനുള്ളൊരു മൂഡൊക്കെ ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. പിന്നെ ഐസൂട്ടൻ ഒരു വിധമൊക്കെ ഐസൂട്ടനെ പിടിച്ചിരുത്തി അപ്പടമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഐസൂട്ടൻ ഒന്നിരുന്നു. കുഞ്ഞൊരു രക്ഷയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. 1-2 വായൊക്കെ അവർ കഴിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ അവർ കിടന്ന് ഉറങ്ങി. ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ ഫോണിന് കുറച്ചൊക്കെ ഒന്ന് സ്പേസ് ആക്കി എടുത്തു. കുഞ്ഞുങ്ങൾ ഉറക്കം എണീറ്റപ്പോഴത്തേക്ക് നാട്ടിലൊക്കെ വിളിച്ചു, സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പായസമൊക്കെ കുടിച്ചു. ആ സദ്യയുടെ കൂടെ ഞാനും പായസം കുടിച്ചില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് ഞാനും കഴിച്ചു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പുറത്തു പോകാൻ റെഡിയായി. പുറത്തു ഇവരുടെ ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഐസൂട്ടനെയും കുഞ്ഞിയും ഒന്ന് പിടിച്ച് നിർത്തുവാണ്. ഐസൂട്ടന് കരച്ചിലോടെ കരച്ചിൽ. അവനെ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വേഗം പുറത്തു പോകണമെന്നായി. അങ്ങനെ പിന്നെ കുഞ്ഞിയെ നിർത്തി നോക്കി. പക്ഷെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേഗം റെഡിയായി ഇറങ്ങി അൽക്കുത്ത് മോളിലേക്കാണ് പോയത്. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്.
അവിടെ ചെന്നപ്പോഴത്തേക്ക് ബ്രദറും ഫാമിലിയും ഉണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ട് കുറച്ച് നേരം കാര്യം പറഞ്ഞു. അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കാണ് ഒരു ബേബി വന്നിട്ട് ഈ 3 പേരുണ്ടല്ലോ അവരുടെ കൂടെ ഭയങ്കര കളിക്കാനായിട്ട് അവൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അവൾക്ക് വന്നു. അവിടെ പേര് മിച്ച എന്നാണ് കേട്ടോ. അങ്ങനെ ആ മോളും ഈ ബോയ്സ് 2 പേരും കൂടെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. കുഞ്ഞി ഇറങ്ങിയില്ല, കുഞ്ഞി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. അവർ ഗ്ലാസിൻ്റെ പുറത്തോട് ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാനങ്ങനെ നിന്നും നാത്തൂനെ കൊണ്ട് എൻ്റെയും കുഞ്ഞിയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുപ്പിച്ചു. പിന്നെ ബ്രോയും നാത്തൂനും കുഞ്ഞുവാവയും കൂടെ മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാൻ പോയി. അപ്പോഴേക്കും കുഞ്ഞി താഴത്തോട്ട് ഇറങ്ങി. ഇവള് കളിക്കുന്ന കണ്ടുകൊണ്ട്, ഈ മിച്ച ബേബി കളിക്കുന്ന കണ്ടുകൊണ്ട് കുഞ്ഞിയും താഴത്തോട്ട് കളിക്കുകയും കമ്പനി അടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ മൂവായി. അങ്ങനെ പോകുന്ന വഴിക്കാണ് കുറേ പെർഫ്യൂംസ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടത്. പിന്നെ ഇങ്ങനെ ഒരേ ഷേപ്പിലുള്ള കുറേ എന്താ പറയുക കളർഫുള്ളായിട്ട് ബോട്ടിൽസ് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു കൗതുകം വീഡിയോസ് എടുക്കാൻ. അങ്ങനെ ഞാൻ എടുത്തതാണ്. പിന്നെ ഇതൊരു പ്രത്യേകതരം ഒരു പെർഫ്യൂം, അങ്ങനെ അതും കണ്ടു. പിന്നെ മാർക്ക് ആൻഡ് സ്പേസിൽ വന്നിട്ട് നമ്മളൊരു ടോപ്പ് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞി അതിനകത്ത് നിന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എടുത്തതൊന്നുമില്ല, വെറുതെ ഡ്രസ്സ് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹമല്ലേ നോക്കുക എന്നുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ നിന്ന് കളിക്കുകയാണ്. ഇവിടെ ഒരു മാനിക്യൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സ്റ്റെപ്പ് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കയറുക ഇറങ്ങുക. എനിക്കങ്ങ് പേടിയാണ് ഈ മാനിക്യൂർ എങ്ങനെ ഇവളുടെ ദേഹത്തെ വീഴുമെന്ന്. പക്ഷെ അത് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അങ്ങനെ വീഴത്തൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു രസം തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ കൊളീഗ്സിനെ കണ്ടത്. പിന്നെ അവരുമായിട്ട് കുറച്ച് കാര്യം പറഞ്ഞു. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് തരാൻ അവരോട് പറയുവാണ്. അപ്പോൾ അവരെടുത്ത് തന്നു. പക്ഷേ ഈ ഐസൂട്ടൻ ഭയങ്കര അലമ്പ്. ഞാൻ അതിവിടെ കൊടുത്തേക്കാം ഒരു ചെറിയൊരു പിക്ക്. ഐസൂട്ടൻ നിന്നതേ ഇല്ല ഫോട്ടോയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ പോയത് കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു സ്പേസ് കണ്ടായിരുന്നു. ഓർത്തു ഇവരെ കൊണ്ടുപോയി കളിപ്പിക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇടത്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഐസൂട്ടന് കാറും അങ്ങനത്തെ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്തൊന്നും ഇറങ്ങാൻ അവന് തോന്നിയില്ല. 2 പേരും ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഐസൂട്ടൻ ഈ വണ്ടിയിൽ നിന്ന് കാണുമ്പോൾ അവനെന്തോ ഒരു ഇതാണ്. അങ്ങനെ അതിനകത്ത് കയറി ഇരിക്കുവാണ്. ഐസൂട്ടൻ ഇങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പണ്ട് ജഹറെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരിയും മനൂസ് ഞങ്ങളിങ്ങനെ 3 പേരുടെ ഇറങ്ങി വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പോകുമായിരുന്നു. ഇങ്ങനെ ഓരോ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് മനൂസിനെയും അതേപോലെ ഫ്യൂച്ചർ കിഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി മനസ്സിനെയൊക്കെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന്. പിന്നെ ഞാൻ ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു എടുത്ത് പോകുന്നത്. അതിന് മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ട്, വേറെ ഫ്രണ്ട്സിൻ്റെ മക്കളും ഒക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത്. പിന്നെ ഇതായി ഇങ്ങനെ കുറേ കുഞ്ഞു ടോയ്സുകൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതെനിക്കൊരു കൗതുകം തോന്നി. അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. കുഞ്ഞുങ്ങൾ വാശി പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാം ഒരു ചില്ലിനകത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഓരോ സ്പേസ് ആയിട്ട്. പക്ഷേ ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ബോളൊക്കെ കാണാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ഇവിടെയും ഈ ഗെയിമൊക്കെ കളിച്ച് വിന്നറാവുന്നവർക്കായിരിക്കാം, അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറേ ഇങ്ങനെ ചോയ്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റൈഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇവരാകെ ടയേർഡായി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് പിന്നെ ബ്രോയും ഫാമിലിയും വിളിച്ചു. നമ്മൾ മീറ്റ് ചെയ്തു. പിന്നെ അവിടെ കുറച്ച് നേരം ലൈഹാവാവയെ നടത്തിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് കുഞ്ഞുങ്ങളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ലൈറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടിയില്ല. അതൊക്കെ കുറച്ച് ഞാൻ റീൽസ് ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് അവർ അങ്ങനെ ഐസൂട്ടനാണെങ്കിൽ വണ്ടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ നെയ്ച്ചോറ് എന്ന് പറയുന്ന ഫാഹിയിലുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ അജറക് പ്രിൻറ്റ് മെറ്റീരിയൽ വരുന്ന ഓണക്കോടിയൊക്കെ ഇട്ട് കുറച്ച് ലേഡീസ് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അവർ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്, റെസ്റ്റോറൻറ്റിലോട്ട് കയറുമായിരുന്നു. പിന്നെ നമ്മളിതാ ഇവിടെ വന്നിരുന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ലൈഹാൻ വാവെ അങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങളിപ്പോൾ അതൊക്കെ ലൈഹാൻ വാവയെ സീറ്റിലോട്ട് കിടത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുഞ്ഞി ഇങ്ങനെ ചോദിക്കുവാണ് വാവയെ ഉറങ്ങിയോ എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുവാണ്. നല്ലൊരു ആംബിയൻസ് ആണ് അതിനകത്ത് കയറിയിരിക്കുമ്പോൾ. പിന്നെ ഒരിത്തിരി സ്പേസ് കമ്മിയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് അവർ ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഉപ്പിലിട്ട നെല്ലിക്കയും ഉപ്പിലിട്ട പൈനാപ്പിളും ഒക്കെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് പിന്നെയും കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോഴൊക്കെയാണ് ഹസ്ബൻഡിന് പരിചയമുള്ള 2 ഇത്താമാരവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോൾ നാത്തൂൻ്റെ വീടിനടുത്തുള്ളതാന്ന് പറഞ്ഞത് ഈ ഗ്രീൻ ടോപ്പിട്ട ഇത്ത. അപ്പം അങ്ങനെ അവർ പരിചയപ്പെടുവാണ്. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. നമ്മൾ ചിക്കൻ ഒരു കുറുമയും ഒരു ബീഫ് കറിയുമാണ്. ബീഫ് കറി നല്ല ടേസ്റ്റാണ്. ചിക്കൻ കുറുമയും ടേസ്റ്റാണ്, എന്നാലും വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് കറിക്ക്. പിന്നെ നെയ്പ്പത്തിലും നെയ്ച്ചോറും പൊറോട്ടയുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതെല്ലാം കഴിച്ച് നമ്മൾ പതുക്കെ വീട്ടിലോട്ട് വന്നു. ഐസൂട്ടൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, കുഞ്ഞി എപ്പോഴേക്കും ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ കുഞ്ഞൊരു ഓണം വ്ളോഗ്. ഓക്കെ, ബൈ, ടാറ്റാ.